ചേട്ടാ ഇതാണ് ഗിഫ്റ്റ് തിലോപ്പിയ നമ്മുടെ ഇവിടുത്തെ ജേക്കബ് സ്റ്റൈൽ. അപ്പൊ ഇതാണ്ട് ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലക്സ് ചെങ്ങന്നൂർ. അപ്പോൾ എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബയോഫ്ലോഗിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു മുമ്പേ ഞാൻ ഈ ബയോഫ്ലോഗിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തുടക്കത്തിൽ, അതായത് നമ്മുടെ ജക്കപ്പച്ചായനെ ആദ്യമായിട്ടൊരു ബയോഫ്ലോഗ് സ്റ്റാർട്ട് ചെയ്താണ്. അന്നേരം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മീനെ വിളവെടുക്കാനുള്ളൊക്കെ സമയമായി. പക്ഷേ ഈ വിളവെടുപ്പ് എന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ പഞ്ചായത്തുകാരെ അവരവരൊക്കെ വിളിച്ച് നമ്മുടെ ബന്ധുക്കാരെയൊക്കെ വിളിച്ച് ഒരു നല്ലൊരു പരിപാടിയൊക്കെ നടത്തേണ്ടതായിരുന്നു. വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും പറ്റാത്തത് കൊണ്ട് തന്നെ ഇപ്പം ആവശ്യക്കാർക്ക് വരുന്നവർക്കനുസരിച്ച് ഇവിടുന്ന് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ മീന് എത്ര തൂക്കം, എത്ര വരെ ആയി തൂക്കം, പിന്നെ ഇതിൻ്റെ വിപണനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെ നടക്കുന്നു, ഈ 6 മാസം വളർത്തിയതിനെ കുറിച്ചും അതിൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജേക്കപ്പച്ചായ നടത്തിയ ബയോഫ്ലോഗാണ്. അപ്പോൾ ഈ ബയോഫ്ലോഗിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കൽ ചെയ്തിരുന്നു ഇതിൻ്റെ തുടക്കത്തിൽ. ഇപ്പോൾ ഇത് 6 മാസത്തോളമായി അല്ലേ? 6 മാസമായി വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ജേക്കപ്പച്ചായൻ്റെ മോൻ ലിജു ആണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ലിജു ആണ് ഇപ്പം ഇതിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബയോഫ്ലോഗ് ചെയ്യുമ്പം അതിനകത്ത് കൂടുതലും ഇതിൻ്റെ അമോണിയ, pH ഇതൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യണം അല്ലേ? അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ജോലിയായിട്ട് തോന്നുന്നതോ? അതും ജോലി, അതാണ് മെയിനായിട്ട് വേണ്ടത് അല്ലേ? മീനുകളുടെ ആരോഗ്യമല്ലേ നമുക്ക് ആദ്യം മുഖ്യമായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചെക്കിംഗ് ആണ് ഡെയിലി ചെയ്യുന്നത്? നമ്മളിപ്പം ഇതില് നോക്കുന്നത് pH, അമോണിയ, നൈട്രേറ്റ്, മൂന്നെണ്ണം നോക്കുന്നത്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ നോക്കണം. നമ്മള് സയന്റിഫിക്കായിട്ട് പറയുന്നത് ഈ മീനിന്റെ എല്ലാ കാര്യങ്ങളും രാവിലെ നോക്കുമ്പോഴേ നമുക്ക് കൂടുതലാണോ കുറവാണോ നോക്കും. അപ്പൊ നമുക്ക് അതിനായിട്ടുള്ള വേണ്ട പ്രക്രിയകൾ, അതായത് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ കുറെ കൂടുക ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പം ആ ട്രീറ്റ്മെന്റ് 25,000 ലിറ്റർ ഉള്ളതുകൊണ്ട് ഇത് ഫുൾ ഏരിയ കവർ ചെയ്യണം. ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് മീനുകൾക്ക് പിടിക്കണമെങ്കിൽ. അപ്പം രാവിലെ കൊടുത്താൽ നമുക്ക് 12 മണിക്കത്തോളം ഈ ഫുൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വരത്തുള്ളൂ. ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന എന്ത് ചെയ്താലും ശരിക്കും പിടിച്ചു വരത്തുള്ളൂ. രാവിലെ ഒരു 10 മണിക്കുള്ളിൽ തന്നെ ചെയ്യുമെങ്കിൽ ഇതെല്ലാം ചെക്ക് ചെയ്ത് റെഡിയാക്കാം. ഈ മീന് നമ്മൾ ട്രീറ്റ്മെന്റ് പ്രശ്നം ഉണ്ടായാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് മീൻ അസുഖം പിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് ശ്വാസം മുട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റും. സഫോക്കേഷൻ പിടിക്കും പെട്ടെന്ന് ഈ മീനുകൾക്ക്. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ ചെക്കിങ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അല്ലേ? ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളല്ലേ? അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് തന്നെ pH തന്നെ. pH ഇപ്പൊ മീനിന്റെ ആവശ്യമുള്ള കാര്യം, കാരണം pH ലെവൽ അല്ലെങ്കിൽ മീൻ ചത്തുപോകാൻ ചാൻസ് കൂടുതൽ. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് ഇപ്പൊ നൈട്രേറ്റ് 2 തരത്തിലുണ്ട്. ഒന്ന് NO3 ഉണ്ട്, NO2 ഉണ്ട്. ഇതാണ് NO3യുടെ 2 സൊല്യൂഷൻസ് ഉണ്ട്. ഇത് NO2യുടെ രണ്ടും ഒരേ ഗുണം തന്നെ. അത് ഉപ്പിന്റെ രസം കാണിക്കാനായിട്ടാണ്. ഉപ്പിന്റെ രസം കാണിക്കുന്ന ഐറ്റംസ് ആണ് ഈ നൈട്രേറ്റ്. അതും ഒരു തരത്തിൽ പോയിസൺ ആയിട്ട്. പിന്നെ രണ്ടാമത് തന്നെ അമോണിയ നമ്മുടെ മീനിന് നിന്ന് വരുന്ന കാഷ്ടത്തിലും ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ അറിയാൻ വേണ്ടിയുള്ള അമോണിയ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ഫ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഈ വെള്ളത്തിനകത്ത് ഇതിനകത്ത് തന്നെ തീറ്റ ഉത്ഭവിക്കുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നത്. ശരി, അപ്പൊ അത് കൂടുതലാണെങ്കിൽ അതിനകത്ത് പ്രക്രിയ ഉണ്ട്. അതായത് വെള്ളം കുറയ്ക്കുക, അല്ലെങ്കിൽ പുതിയ വെള്ളം ചേർക്കുക. ശരി. ബയോഫ്ലോഗിന്റെ ഇത് തുടങ്ങിയിട്ട് 6 മാസമായി. ഓക്കെ, അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട്? മീനിന്റെ തൂക്കവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ മീൻ പിടിച്ച 1 കിലോയുടെ അത്ര ഉണ്ട്. 1 കിലോയുടെ അടുത്തുണ്ട്. 250 ഗ്രാം, അതേ കൂടുതലുണ്ട്. 300 ഗ്രാം. ശരിയാ. അതൊക്കെ ഈ മീനും നമ്മുടെ വീട്ടുപോലെ നോക്കിയാൽ മതി. കാരണം നമ്മുടെ വീട്ടിൽ 4 പേരുണ്ട്, 4 പേർക്ക് 4 വെയിറ്റാ. അതുപോലെ തന്നെ ഈ വീട്ടില് മീൻ ഒരേപോലെ അല്ലല്ലോ, പലതും പല ഇതാണ്. പലരും സാമത്തുള്ള തിന്നും അങ്ങനെ. പക്ഷെ നമ്മളിപ്പോ ഒരേ വലിപ്പത്തിലുള്ള മീനെയാണ് ഇട്ട് വളർത്തിയെങ്കിലും, പക്ഷെ ഇപ്പം നോക്കുമ്പോ എല്ലാം പല വെയിറ്റിലാണ് കിട്ടുന്നത്. അത് ശരി. ഓക്കെ, അത് ശരി. അപ്പൊ ഇപ്പം ഇതിന്റെയൊക്കെ എങ്ങനെയാണ് ഇപ്പം വിളവെടുപ്പ് എന്നൊക്കെ പറയുമ്പം
നമ്മൾ പഞ്ചായത്തിൽ നിന്നും കൃഷിഭവനിൽ നിന്നൊക്കെ ആൾക്കാരെയൊക്കെ വിളിച്ച് അല്ലേ, ഫിഷറിംഗ് വകുപ്പിൽ നിന്നൊക്കെ ആളെയൊക്കെ വിളിച്ചൊക്കെ ചെയ്യേണ്ടതാണ്. കാരണം ഈ കൊറോണ ആയതുകൊണ്ട് അവർ വരാൻ പറ്റില്ല, ആൾക്കാർ ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോവാണ്. ശരി. ഓക്കെ. അപ്പൊ നമുക്കെന്താ ഇന്നത്തെ മീനെ ഒക്കെ ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ. ആഹാ കേട്ടോ, ഇപ്പൊ കിട്ടിയപ്പോ ആരെങ്കിലും മതിയായിരുന്നു. ഇതാണ് ഗിഫ്റ്റ് തിലോപ്പിയ. നല്ല അടിപൊളി മീനാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന മൊത്തം വിഷരഹിതമായിട്ടുള്ള മീനുകളാണ്. അപ്പോൾ ഇതേപോലെ നല്ല ബയോഫ്ലോഗിലും വീടുകളിലൊക്കെ വളർത്തുന്ന മീനുകളാണ് ഇപ്പോൾ മേടിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിത് വീടുകളിലൊക്കെ മീൻകാർ കൊണ്ടുതരുന്നുണ്ട് ഗിഫ്റ്റ് തിലോപ്പിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ തിലോപ്പിയ എന്ന് പറയുന്നത് കായൽ തിലോപ്പിയാണ്. അതിന് നമ്മൾ ഇത് വളരെ ഇച്ചിരി വിലക്കുറവാണ്, 150 രൂപയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ അതിനേക്കാളമൊക്കെ 50-100 ഒക്കെ ഇതിന് കൂടുതലായിരിക്കും. പക്ഷേ അതിനകത്ത് നല്ല അടിപൊളി തിലോപ്പിയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത് ബയോഫ്ലോഗ് വളർത്തി ഒരു 6 മാസമായി, ഏകദേശം ഒരു 1/4 കിലോ, ഒരു 300 ഗ്രാം അങ്ങനെയൊക്കെ വരുന്ന തിലോപ്പികളാണ് ഇപ്പോൾ ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ജക്കപ്പച്ചാൻ്റെ ഈ ബയോഫ്ലോഗിൽ വിളവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യക്കാർക്കുണ്ട് നല്ല അടിപൊളി പച്ച ജീവനോടുകൂടിയുള്ള നല്ല അടിപൊളി തിലോപ്പിയ മീനുകളെ മേടിക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തും വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എല്ലാം കയറി വിളിച്ച് ഇവിടെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ അടിപൊളി ജീവനോടെയുള്ള നല്ല പച്ച മീനെ മേടിച്ച് നല്ല പച്ചയ്ക്ക് കറി വെക്കുകയോ വറക്കുകയോ ഒക്കെ ചെയ്യാവുന്ന നല്ല സൂപ്പർ മീനുകളാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നല്ല ജീവനുള്ള ഈ പച്ച തിലോപ്പിയെ നമുക്ക് ഇവിടുന്ന് ഹോം ഡെലിവറിയും കൂടെ ചെയ്യുന്നുണ്ട്. ജേക്കപ്പച്ചാന് ഇവിടെ ഹോം ഡെലിവറി ഇത് നല്ല പച്ച മീനിനെ ജീവനോടെ നമുക്ക് ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് ഇതിൻ്റെ അഡ്രസ്സും നമ്പറെല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓക്കെ, ബയോഫ്ലോഗിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അറിഞ്ഞു. ജേക്കപ്പച്ചാൻ ആദ്യമായിട്ട് നടത്തിയ ഒരു സംഭവമാണ്. ആ കൃഷി നല്ല രീതിയിൽ 6 മാസം അതിനെ പരിപാലിച്ച് ഒരു 1/4 കിലോ ഒക്കെ ആക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കോവിഡിൻ്റെ പ്രശ്നം കാരണം നല്ലൊരു വിളവെടുപ്പ് നടത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഓരോ ദിവസങ്ങളിലായിട്ട് 2-4 കിലോ ഒക്കെ വെച്ചിട്ട് ഇവിടുന്ന് വിറ്റ് മാറുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളി ജീവനോടെ കിട്ടുന്ന നല്ല സൂപ്പർ മീനുകളാണ് നമ്മുടെ ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം മീനുകൾ വേണ്ടവർ ഞാനിതിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ മീനിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. നമുക്ക് അടുത്തുള്ളവരെ കാണാൻ വന്ന് മേടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ മാന്നാറിന്ന് പൊടിയാടി തിരുവല്ലയ്ക്കൊക്കെ പോകുന്ന വഴിയിൽ കടപ്പുറ എന്ന് പറയുന്ന സ്ഥലമാണ്. നിരണം അറിയാലോ, നിരണം കഴിഞ്ഞ് കടപ്പുറ എന്ന് പറയുന്ന സ്ഥലത്തിനാണ് ഈ ബയോഫ്ലോഗ് ഇപ്പം നിൽക്കുന്നത്. അപ്പം ഇതിനടുത്ത് ഉള്ളവർക്കൊക്കെ വന്ന് മേടിക്കാവുന്നതാണ്. നല്ല മീനാണ്. ഇപ്പം നമ്മുടെ വെറുതെ ഐസിട്ട് മാസങ്ങളോളം പഴക്കമുള്ള മീൻ തിന്നതിനെ കണ്ട് നല്ല ജീവനുള്ള മീനെ പിടിച്ച് നല്ല രീതിയിൽ കറി വെച്ചും വറുത്തൊക്കെ കൂട്ടുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ ഈ വീഡിയോ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിച്ച് ഒക്കെ നിൽക്കുന്ന കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്കൊക്കെ ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായി തീർന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് ഇതുപോലുള്ള നല്ല അടിപൊളി ഒരു വീഡിയോയുമായി കാണുന്നവരെ സുലായൻ.